ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലോങ് ബോൾ കൗണ്ടർ പ്ലേയിങ് സ്റ്റൈൽ വരുന്ന ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് സെയിലാക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമ്മളൊരു എടുത്തത്. അപ്പോൾ ആ ഒരു പുതിയൊരു ഐഡിയയിൽ നമ്മളൊരു ലോങ് ബോൾ കൗണ്ടർ പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മളൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർട്ടേറ്റയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ലോങ് ബോൾ കൗണ്ടർ മാനേജറാണ്. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ് പുള്ളിക്കാരൻ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എല്ലാവരും യൂസ് ചെയ്യണത് തന്നെയാണ്. നമ്മുടെ 4-3-2 ഫോർമേഷനാണ്. ഇതിൻ്റെ ഒരു ക്വിക്ക് കൗണ്ടർ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അത് ജസ്റ്റ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരു സ്ക്വാഡ് ബിൽഡിങ് അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. ഫസ്റ്റ് അപ്പോൾ നമ്മുടെ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിവിടെ കീപ്പറായിട്ട് യൂസ് ചെയ്യണ ഒലിവർ കാനെയാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിഫൻസീവ് കീപ്പർ ആയാലും ഒഫൻസീവ് കീപ്പർ ആയാലും അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നൊരു കീപ്പറാണ് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണം നമ്മുടെ ഒലിവർ കാനെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ്. അവിടെ എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്നത് മാൽദിനെ തന്നെയാണ്. എപ്പോഴും ഞാനൊരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയറിനെയാണ് ആ ഒരു പൊസിഷനിൽ ഇടാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് മാൽദിനെയാണ്. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡപ്പ് പ്ലേയിങ് സ്റ്റൈലാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ റൈക്കാർഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചൂസ് ചെയ്യുന്നത് റൈക്കാർഡാണ്. പിന്നീട് നമ്മുടെ സെക്കൻഡ് സെൻറ്റർ ബാക്ക് ആയിട്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈൽ ഇടണമെന്നാണ്. ഒരു ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയറാണ് എപ്പോഴും ഒരു ഗെയിമിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡിഫൻസ് തരാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസ്ട്രോയർ ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ചൂസ് ചെയ്യണത് പുയോളാണ്. ഇനി നമ്മുടെ റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്ലേയിങ് സ്റ്റൈൽ വേണമെങ്കിലും ഇടാം. ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയാലും ഒഫൻസീവ് ഫുൾ ബാക്ക് ആയാലും കുഴപ്പമില്ല. ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് നിങ്ങൾ ഇടണമെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ ഡിഫൻസ് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും. പെട്ടെന്നൊന്നും ആ ഒരു ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ആവത്തില്ല. ഒരു ഒഫൻസീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ക്രോസ് ഒക്കെ കൊടുത്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിന് ഇടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇടുന്നത് നമ്മുടെ തുറാമിനെയാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. നല്ല റിസൾട്ട് എനിക്ക് തരുന്നൊരു പ്ലെയർ ആയതുകൊണ്ട് ഞാൻ റൈറ്റ് ബാക്ക് ആയിട്ട് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ തുറാമിനെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ DMF പൊസിഷനാണ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു DMF എപ്പോഴും ഒരു ആങ്കർമാൻ മസ്റ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ആങ്കർമാനെ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിയറേനെയാണ്. അത്യാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് ആങ്കർമാനാണ് ഗെയിമിൻ്റെ അകത്ത്. നല്ല രീതിക്ക് റിസൾട്ടൊക്കെ തരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ വിയറേനെയാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കളിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് എപ്പോഴും നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ അല്ലെങ്കിൽ ഡിസ്ട്രോയറാണ് നമ്മുടെ ആങ്കർമാൻ്റെ കൂടെ ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ചൂസ് ചെയ്യുന്നത് ബെല്ലിംഗത്തിനെയാണ്. അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പ്ലെയറാണ് ബെല്ലിംഗ്. അത്യാവശ്യം ഡിഫൻസിലായിട്ടും വരും, അതേപോലെ തന്നെ ഒഫൻസീവ് അറ്റാക്കിങ്ങിലായാലും നല്ല രീതിക്ക് ഒരാൾ പൊസിഷനിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ AMF ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് AMF ആയിട്ട് ഇറക്കണത് ഞാൻ ഗുള്ളിറ്റിനെയാണ്. എനിക്ക് അത്യാവശ്യം ഈ ഗെയിമിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് ഗുള്ളിറ്റ്. ഏതൊരു പൊസിഷനിൽ ഇട്ടാലും അവിടെയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട്സും കഴിവുകളൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ എടുത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ ഒരു ഗുള്ളിറ്റ് എനിക്ക് വേണമെന്നുള്ളതുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഗുള്ളിറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഐഡിയ എടുത്തതെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് AMF ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഗുള്ളിറ്റിനെയാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കളിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ആ ഒരു AMFൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളെടുത്ത ഗുള്ളിറ്റായിരുന്നു. പുള്ളി ഒരു ഹോൾ പ്ലെയറാണ്. അപ്പോൾ എപ്പോഴും ഒരു ഹോൾ പ്ലെയറിൻ്റെ കൂടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ അല്ലെങ്കിൽ ഒരു പ്രോളിഫിക് വിങ്ങർ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനിവിടെ എന്തായാലും യൂസ് ചെയ്യുന്നത് നമ്മുടെ മെസ്സിനെയാണ്. ഒരു പ്രോളിഫിക് വിങ്ങർ പ്ലേയിങ് സ്റ്റൈലാണ് ആ ഒരു ബ്ലിറ്റ്സ് മെസ്സി വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒഫൻസീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിങ്ങാണ് പുള്ളിയുടെ വരുന്നത്. എന്തായാലും ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് മെസ്സിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ CFും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ സ്കോഡ് കംപ്ലീറ്റ് ആകും. ഇവിടെ ഫസ്റ്റ് CF ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗോൾ പോച്ചറിനെയാണ്. അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത് നമ്മുടെ എറ്റോ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സ്പീഡും ഫിനിഷിങ്ങും ഒക്കെ ഉള്ള ഏതൊരു പ്ലെയറിനായാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം അവിടെ. പിന്നെ നമ്മുടെ സെക്കൻഡ് CF ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുവാരസിനെയാണ്. ഒരു ഗോൾ പോച്ചർ പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ എനിക്ക് അത്യാവശ്യം സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ഇടുന്നത്. നിങ്ങൾക്കൊരു ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയിങ് സ്റ്റൈലാണെങ്കിൽ അത്യാവശ്യം സ്പീഡും ഫിനിഷിങ്ങും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു ഗെയിമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ബിൽഡിംഗ് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൂടി എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇട്ട് നോക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം റെഗുലറായിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഐഡിയുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുതിയൊരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഓക്കെ.